ഇത് തികച്ചും സാങ്കല്പികമായ ഒരു സ്കിറ്റാണ്. ഇന്ന് നമ്മുടെ ആത്മീയ ഗോളത്തിൽ കണ്ടും അനുഭവിച്ചും വരുന്ന ഒരുതരം ആത്മീയ അനിശ്ചിതാവസ്ഥയ്ക്കും ആത്മീയ വളർച്ചയ്ക്കും കാരണമായി വരുന്ന അനേക ആത്മീയ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി നിർദ്ദേശിക്കുന്ന ഡോക്ടർ ലിജീന ഇന്നു മുതൽ ബെഥേസ്ദ ഹോസ്പിറ്റലിൽ ചാർജ് എടുത്തിട്ടുണ്ട്. ഇന്നു മുതൽ രോഗികളെ ചികിത്സിക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും ഡോക്ടറിനെ കാണണമെങ്കിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഈ ബുദ്ധിമുട്ടുകൾ ചികിത്സിച്ച് തന്നെ മാറ്റേണ്ടതാണ്. അല്ലെങ്കിൽ അത് നമ്മുടെ നിത്യതയ്ക്ക് തന്നെ തടസ്സമായി തീർന്നേക്കാം. അതുകൊണ്ട് കൺസൾട്ടേഷൻ തികച്ചും സൗജന്യം. പക്ഷേ ഡോക്ടർ തരുന്ന മരുന്നുകൾ വിശ്വസ്തയോടെ വില കൊടുത്ത് മാറ്റിയെടുക്കേണ്ടതാണ്. ഗുഡ് ഈവനിങ് ഡോക്ടറെ. ഡോക്ടറെ പേഷ്യന്റിനൊക്കെ വിളിച്ച് തുടങ്ങാനോ? ഇരുന്നോട്ടെ. ആയിക്കോട്ടെ. ഓക്കെ, ഇനി വിളിച്ചു തുടങ്ങിക്കോട്ടെ സിസ്റ്റർ. ഡോക്ടർ വന്നിട്ടുണ്ട്. ആരും തിരക്ക് കൂട്ടണ്ട. ഞാൻ 1 by 1 വിളിച്ചോളാം കേട്ടോ. ഡോക്ടർ നമ്പർ 1 അവറാച്ചൻ. ഡോക്ടർ നമ്പർ 1 അവറാച്ചൻ. ഗുഡ് ഈവനിങ്. എന്താണ് പേര്? ഓ, അവറാച്ചൻ. അവറാച്ചന് പ്രായമൊക്കെ എത്രയായി? ഓ, 79 ഓക്കെ. എന്നാ അവറാച്ചന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാട്ട്. എന്തോ പറ്റി? ഈ സങ്കീർത്തനം അതെപ്പോ തീരും? കുത്തിവലിയാണ്. ഓ, ദഹനക്കേടാണോ? ഓ, അതാണ് കുത്തിവലിയാണ്. അപ്പൊ അവറാച്ചന്റെ പ്രശ്നം കുത്തിവലി. പ്രത്യേകിച്ച് ഈ വചനമൊക്കെ കേൾക്കുമ്പോഴാണ് ഈ കുത്തിവലി. ഈ വചനം എന്ന് പറയുന്നതേ ഇരുവായുത്തലയുള്ള ഒരു വാളാ. ഓ, അത് കേൾക്കുമ്പോ അത് സാധാരണ നമ്മൾ കാണപ്പെടാറുള്ളതാ ഇത്. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം മിക്കവാറും എല്ലാവർക്കും ഉള്ളതാ. അത് കേൾക്കുമ്പോ ഒരു കുത്തിവലി. ഓക്കെ, അപ്പൊ അവറാച്ചന് ഇതിനൊരു ട്രീറ്റ്മെന്റ് ഞാൻ തരാം. അതായത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അഭിഷേക തൈലം വല്ല വീട്ടിലിരിപ്പുണ്ടോ? കൊട്ടൻ ചുക്കാതിയും കൊണ്ട് ഒരു പ്രയോജനമില്ല. പക്ഷെ നമുക്കൊരു ഒന്ന് നോക്ക്. ചിലപ്പം പഴയ കാലത്തെ അഭിഷേകം ഒരു തുള്ളി മതി നമുക്ക്. അത് നമ്മുടെ ഒരു ശകലം വചനം എന്ന മായമില്ലാത്ത പാലില് ചേർത്തിട്ട് പാലില് ചേർത്തിട്ട് ദേഹം മുഴുവൻ അങ്ങ് തേക്കണം. സഭാരാധനയ്ക്ക് വരുന്നതിന് മുമ്പ് അതങ്ങ് തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് വാങ്ങിക്കാൻ കിട്ടത്തില്ല. പക്ഷെ ഞാൻ ഇതിന്റെ കൂട്ട് അവറാച്ചൻ ഞാൻ എഴുതി തരാം. പക്ഷെ അവറാച്ചൻ കുത്തിയിരുന്ന് പ്രാപിക്കണം. കുത്തിയിരുന്ന് പ്രാപിക്കണം. നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് മാറണ്ടേ? കുത്തിയിരുന്ന് പ്രാപിച്ചാൽ മതി. അഭിഷേകനായാലും ഉണ്ടെങ്കിൽ അതങ്ങോട്ടൊന്ന് പരട്ടുക. അല്ലെങ്കിൽ ഞാൻ ഈ എഴുതി തരുന്ന കൂട്ട് വെച്ച് കുത്തിയിരുന്ന് പ്രാപിച്ചാൽ മതി. പ്രാപിക്കണം കേട്ടോ. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വന്നാൽ മതി. ഞാൻ നോക്കാം. ഓക്കെ, എന്നപ്പോ കേട്ടോ. ഓക്കെ. ടോക്കൺ നമ്പർ 2 മറിയാമ്മ. ടോക്കൺ നമ്പർ 2. ഗുഡ് ഈവനിങ്. ഇരുന്നാട്ടെ. ഓക്കെ, പേരെന്താണ്? ഓ, മറിയാമ്മയ്ക്ക് എത്ര വയസ്സായി? 64 വയസ്സായതേ ഉള്ളൂ. അപ്പൊ എന്നാ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ. ഡോക്ടറെ, പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കുഞ്ഞുനാള് പോലെ ഇത് ഞാൻ ചെയ്തോണ്ടിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്റെ സഹോദരിമാരൊക്കെ പറയുന്നു ഡോക്ടറെ വന്നൊന്ന് കാണാൻ, എന്റെ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന പറയുന്നത്. പക്ഷെ എനിക്ക് അത്ര അങ്ങനെ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. എന്നാലും പറഞ്ഞാട്ടെ, ഇതൊക്കെ നമുക്ക് പ്രതിവിധി ഉള്ള കാര്യങ്ങളാണല്ലോ. പറഞ്ഞാട്ടെ ഡോക്ടർ, നമുക്ക് വെള്ളിയാഴ്ച ദിവസങ്ങൾ നമുക്ക് സഭാരാധനയ്ക്ക് സാക്ഷ്യം എന്ന് പറഞ്ഞൊരു സമയമില്ലേ? അപ്പൊ ഈ സാക്ഷ്യം എന്ന് പറയുന്ന ഒരു സമയത്ത് ഞാൻ ചിന്തിക്കും, മൈക്ക് കയ്യിലോട്ടൊന്ന് കിട്ടുമ്പോഴത്തേക്ക് വേഗം സാക്ഷ്യം പറഞ്ഞിട്ട് അങ്ങ് ഇന്ന് കൊള്ളാം. പക്ഷെ ആ മൈക്ക് കിട്ടുമ്പോഴത്തേക്ക് അറിയാതെ അങ്ങ് നീണ്ടുപോകും. പിന്നെ ഒരു ഗസ്റ്റ് പാസ്റ്ററും കൂടെ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട. എന്ത് സംഭവിക്കും? അത് ഒരു പാട്ടും കൂടെ കേറി വരുന്നുണ്ടോ? അത് ഫുള്ള് പാടുമ്പോ അതൊരു സ്റ്റാൻസ് ആയി കൊണ്ട് നിർത്തുമോ? അത് ഓളത്തിലൊക്കെ അങ്ങ് പൊക്കും.
പൊക്കോളും. ഓളത്തിൽ അങ്ങ് പോകും. അതെ ഡോക്ടർ. ഡോക്ടർ ഇതൊരു പ്രശ്നമാണോ? ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ ശാസ്ത്രത്തിൽ ഇതിനൊരു പേരില്ല. നമ്മുടെ ആത്മീക ശാസ്ത്രത്തില് ഇതിന് സാക്ഷ്യോമാനിയ എന്ന് പറയുന്നൊരു പേരുണ്ട്. അങ്ങനെ ഒരു മാനിയ? അങ്ങനെ ഒരു മാനിയ ഉണ്ട്. ഞാനൊരു മെഡിസിൻ എഴുതി തരാം. അത് നമുക്ക് ഇവിടെ അങ്ങോട്ട് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡില് ലിറ്റിൽ ഫ്ലോക്ക് എന്ന് പറഞ്ഞൊരു ഫാർമസി ഉണ്ട്. അങ്ങനെ ഒരു ഫാർമസി ഉണ്ട്. ഇതിനായിട്ട് കണ്ടു കാണത്തില്ല അല്ലേ? ആവശ്യം വന്നിട്ടില്ല. ഓക്കെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് സെൽഫ് കൺട്രോളിനും അച്ചടക്കത്തിനും വേണ്ടിയുള്ള മരുന്ന്. ഇതൊക്കെ രണ്ടെണ്ണം ഒന്ന് കഴിച്ചാൽ മതി. ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പേ ഇത് കഴിച്ചിട്ട് പോരണം കേട്ടോ. അതൊക്കെ അങ്ങ് മാറിക്കോളും. മാറും. പിന്നെ പേടിക്കൊന്നും വേണ്ട. ഇപ്പോഴാ ഒരു സമാധാനമായത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ മാറിയില്ലെങ്കിൽ എന്തെങ്കിലും വന്ന് കണ്ടാൽ മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഇതാണ് ഇച്ചിരൂടെ എളുപ്പമായ വഴി. ഞാൻ പറയാം. പ്രത്യേകിച്ച് എന്തിനാ മെഡിസിൻ കഴിക്കുന്നത്. നിങ്ങളുടെ സഭയില് മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ആ തങ്കപ്പെട്ട മോനോട് പറയണം, സാക്ഷ്യം അങ്ങോട്ട് കൂടി പോകുന്നെന്ന് തോന്നുന്നുടനെ ആ മൈക്ക് പെത്തിയെ ഓഫ് ചെയ്തേക്ക്. ഓക്കെ. അത് 2-3 പ്രാവശ്യമായി കഴിയുമ്പോൾ അതങ്ങ് ഓക്കെ ആയിക്കോളും. നമുക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് മെഡിസിനിലോട്ട് കയറിയാൽ മതി. വെറുതെ ഈ പ്രായത്തിൽ എന്തിനാ ഒത്തിരി മെഡിസിൻ കഴിക്കും. ഓക്കെ. അപ്പൊ ഈ ലിറ്റിൽ ഫ്ലോക്ക് ഫാർമസി കിട്ടും കേട്ടോ. പോയിക്കോട്ടെ. താങ്ക് യു. സമാധാനമായില്ലോ. ഓക്കെ. അടുത്ത ആള് റെഡിയാണോ? കുഞ്ഞന്നാമ ടോക്കൺ നമ്പർ 3. കുഞ്ഞന്നാമ ഒരു കുഴപ്പവുമില്ല. എന്ത് ചെയ്യാനാ? ഡോക്ടറെ കാണാൻ ഗുഡ് ഈവനിങ്. എന്താ ഇരുന്നാട്ടെ രണ്ടുപേരും? ഓക്കെ. എന്താണ് പേരെന്താണ്? കുഞ്ഞന്നാമ. ഓ കുഞ്ഞന്നാമ. ഓക്കെ. കുഞ്ഞന്നാമയ്ക്ക് എത്ര വയസ്സായി? 70 വയസ്സാകും. ഓ കണ്ടാ പറയത്തില്ലല്ലോ. അതൊക്കെ ദൈവത്തിന്റെ ഒരു ദാനമല്ലേ. ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. കുഞ്ഞന്നാമയുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറയാവോ? ഒന്നും പറയണ്ട ഡോക്ടറെ. പറഞ്ഞാട്ടെ. ഞാൻ പറയാം ഡോക്ടറെ. ഈ സഭാരാധനയ്ക്ക് വരുന്ന സമയത്ത് ഈ പാസ്റ്റർ പറയും, ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു സമയം വരുമ്പോ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ. ഓ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ചാടിക്കറി ഞാൻ അങ്ങ് പ്രാർത്ഥിക്കും. എനിക്ക് തന്നെ അങ്ങ് നിർബന്ധമാണ് ചെയ്യണമെന്ന്. ഓക്കെ. അത് മാത്രമല്ല ഡോക്ടറെ, അതിനെ വായിക്കുമ്പോൾ അതുപോലെ പിന്നെ പ്രാർത്ഥിക്കണമെന്ന് പറയുകയും വേണ്ട. 120 മൈൽ സ്പീഡാ. അതുപോലെ ഭയങ്കര സൗണ്ടും. അതെ അതെ. നമ്മൾ പ്രാർത്ഥിച്ചോളൂ. സഭയിൽ ആരെങ്കിലും പ്രാർത്ഥിച്ചുണ്ടല്ലോ അവരെ നിർത്തും. അവർക്കറിയാം വിട്ടുകൊടുക്കുന്നത്. അപ്പം ഇതാണ് കുഞ്ഞന്നാമ്മയുടെ പ്രശ്നം. അച്ഛൻ ഒന്ന് ചുമ്മാതിരി. ഇതൊരു പ്രശ്നമാണോ? ഓ ഇതൊരു പ്രശ്നമൊന്നും ഇല്ലെന്നേ. അത് നമുക്ക് ഈ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്കൊരു പ്രതിവിധി ഉണ്ടല്ലോ. അതൊക്കെ മാറാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഈ ഹോർമോൺ ചേഞ്ചിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. അതെന്താ? ഹോർമോൺ ചേഞ്ച് എന്ന് കേട്ടിട്ടുണ്ടോ? അത് ഞാൻ കേട്ടിട്ടില്ല. ഈ ഹോർമോൺ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പ്രായമായവരില് നമ്മൾ കണ്ടുവരുന്നതാണിത്. അതായത് വിവേകമില്ലായ്മയുടെ ഹോർമോൺ അങ്ങ് കുറയും, അനുസരണമില്ലായ്മയുടെ ഹോർമോൺ അങ്ങ് കൂടും. ഇതാണ് ഈ പ്രശ്നം. ഞാനപ്പോ ഒരു ടാബ്ലറ്റ് എഴുതി തരാം. ആ ടാബ്ലറ്റ് ഇവിടെ അങ്ങോട്ട് ഇറങ്ങുമ്പോ ലെഫ്റ്റ് സൈഡിൽ ഒരു ലിറ്റിൽ ഫ്ലോക്ക് ഫാർമസി ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് കിട്ടും ആ മെഡിസിൻസ് കേട്ടോ. അതായത് മെഡിസിൻ എന്തുവാന്ന് വെച്ചാല് ഫിലിപ്പിയർ 2:3 നമുക്കൊരു ടാബ്ലറ്റ് ഉണ്ട്. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ തന്നെത്താൻ താഴ്ത്തി മറ്റുള്ളവനെ ശ്രേഷ്ഠനെ നിന്നിക്കോളെ. ശാഠ്യമാണല്ലോ നമ്മുടെ കുഞ്ഞന്നാമ്മയുടെ പ്രശ്നം. ഓക്കെ. അത് രണ്ടെണ്ണം വെച്ചങ്ങ് കഴിച്ചാൽ മതി സഭാരാധനയ്ക്ക് വരുന്നതിന് മുമ്പേ. ഓക്കെ. അതൊക്കെ ഒന്ന് മാറിക്കോളും കേട്ടോ. പേടിക്കൊന്നും വേണ്ട, വിഷമിക്കൊന്നും വേണ്ട. ഇത് മാറിയില്ലെങ്കിൽ ഒന്നുകൂടെ എൻ്റെ അടുത്ത് വന്നാൽ മതി. ഞാൻ വേറെ മെഡിസിൻ തരാം. ഓക്കെ. അന്നപ്പോ സമാധാനപരമായിട്ട് പോക്കാട്ട് മാറിക്കോളും. ഓക്കെ. എന്നാ ഇതങ്ങ് ഫാർമസിന്ന് ഈ ലിറ്റിൽ ഫ്ലോക്ക് ഫാർമസിന്ന് മേടിച്ചാൽ മതി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ടു. സൂക്ഷിച്ചിറങ്ങി പോണേ. ടോക്കൺ നമ്പർ 4. സോസു. ഗുഡ് ഈവനിങ്. ഇരുന്നാട്ടെ. പേരെന്താണ് പറഞ്ഞാട്ടെ? എന്റെ പേര്
സോസു നല്ല സത്യം പറഞ്ഞ ഇപ്പോഴത്തെ പേര് ഇപ്പോഴത്തെ മോഡേൺ ജനറേഷനൊക്കെ വെച്ച് സോസു വിളിക്കാൻ നല്ലതല്ല. ശോശാമ്മ എന്നാണ് പേര്. ഞാൻ സോസു എന്നാണ് എന്നെ വിളിക്കുന്നത്. നാടോടുമ്പോ നടുവേ ഓണമാണല്ലോ നമ്മുടെ കാര്യം. ഓക്കെ, ഇപ്പൊ ഏകദേശം ഒക്കെ എനിക്ക് പ്രശ്നങ്ങൾ മനസ്സിലായി. ഓക്കെ, അപ്പൊ എന്നാ റിയൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്ന് പറഞ്ഞാട്ടെ. റിയൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറയുവാണെങ്കിൽ ഞങ്ങളുടെ സഭയില് വില ദശാംശവും വിരുവലം വരുവാണെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന വിധത്തിലൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാരും പറയും, മലയാളികളുടെ സ്വഭാവം ഉണ്ടല്ലോ, എല്ലാരും പറയുന്നത് ഒന്നും കൊടുക്കുന്നില്ല, അത് കളിയാക്കല്ല. ഓക്കെ, ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നാ ഞാൻ. ഓക്കെ, അതിന്റെ എനിക്ക് ഗൗരവം ഒന്ന് മനസ്സിലാവണമെങ്കിൽ എനിക്ക് സൂസുവിന്റെ സൈഡിൽ നിന്നൊരു കുറച്ച് അറിവുകളൊക്കെ വേണം. അതായത് സാമ്പത്തിക സ്ഥിതിയൊക്കെ എങ്ങനെയാ? സാമ്പത്തിക സ്ഥിതി അങ്ങനെ വലുതായിട്ട് പറയാനൊന്നുമില്ല ഡോക്ടറെ. എന്റെ ഹബി റിട്ടയർഡ് ഇൻകം ടാക്സ് ഓഫീസർ. ഇൻകം ടാക്സ് വലിയ പെൻഷൻ ഒന്നും ഇല്ല. 1 ലക്ഷം രൂപ മാസം, 1 ലക്ഷം രൂപയേ ഉള്ളൂ. 1 ലക്ഷം രൂപ. പിന്നെ ഒരു 50 ഏക്കർ റബ്ബർ തോട്ടം. ഇപ്പൊ മഴയൊക്കെയാണ്, റബ്ബർ വെച്ചൊന്നും നടക്കുന്നില്ല. അതും നടക്കുന്നില്ല. അത് അങ്ങനെ പരിതാപ അവസ്ഥയിൽ പോവാ. മക്കളൊക്കെ? മക്കള് 2 പേരാ സെറ്റിൽഡ്. അവർ അമേരിക്കയിൽ സെറ്റിൽഡ്. അപ്പൊ മക്കൾ വരുമാനമൊന്നും ഇല്ല. വലിയ വരുമാനമൊന്നും ഇല്ല. അവിടെ ഒന്നും നമുക്ക് വരുമാനമൊന്നും കിട്ടുന്നില്ല. ഓക്കെ, അപ്പം വീടൊക്കെ ഉണ്ടോ? വീടിന്റെ കാര്യം ഒരു ചെറിയ 2 നില വീട്. വലിയ സൗകര്യം ഒന്നും ഇല്ലെന്ന് എന്റെ അടുത്ത്. ഒന്നുമില്ല. പിന്നുള്ളത് ഒരു BMW കാർ. പഴയ മോഡലാണ്. 2025 മോഡലിലെ ചെറിയൊരു BMW കാർ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആക്റ്റീവ സ്കൂട്ടർ. അത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര കഷ്ടത്തില്ല, ഭയങ്കര കഷ്ടപ്പാടാണ്. ഭയങ്കര അതുകൊണ്ടാണ്. പക്ഷെ ബാക്കി എല്ലാരും പറയുമല്ലേ? ഓക്കെ, ഇപ്പൊ ഭയങ്കര പരിതാപകരാവസ്ഥയാണ്. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ആയിട്ടൊന്നും ഇല്ല. ഞാനൊരു ഉപദേശം ഒന്ന് തരാം. ഉപദേശം ഒന്നൊരു ട്രീറ്റ്മെന്റ് ആണ് ഇതിന്. നമ്മള് ചെറുപ്രായം തൊട്ട് നമ്മൾ വന്ന വഴികളൊന്ന് ഓർക്കണം. എല്ലാ ദിവസവും ഇരുന്ന് നമ്മള് ചെറ്റക്കുടലുകളിലൊക്കെ ആയിരിക്കും ജനിച്ചു വളർന്നത്. അവിടുന്ന് ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തിയില്ലേ, അതിനെന്നും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം ദൈവത്തോട്. ഓർക്കാറൊന്നുമില്ല. അതെ, ദശാംശമൊക്കെ ഒന്ന് മാറ്റി വെക്കണം. 1 ലക്ഷം രൂപയൊക്കെ കിട്ടുമ്പോഴേ അതിനകത്ത് നിന്ന് ദശാംശമൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചർച്ചിലൊക്കെ കൊടുക്കാൻ ആവശ്യത്തിന് കിട്ടും. അതൊക്കെ ഒന്ന് നമ്മളൊന്ന് വന്ന വഴികൾ നമ്മൾ മറക്കരുതല്ലോ. അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് ഓർക്കണം. ഓർത്ത് കഴിയുമ്പോ നമ്മൾ തന്നെത്താനെ അങ്ങ് കൊടുത്തു പോകും നമ്മള്. ഓക്കെ, അപ്പൊ അതൊക്കെ അങ്ങ് ശരിയാവും. ഇതും പറ്റിയില്ലെങ്കിൽ സൂസു ഒന്ന് തിരിച്ചു വന്നാൽ ഇതിലും കൂടിയ ട്രീറ്റ്മെന്റ് തരാം. ഓക്കെ, ഇത് ചെറുതായിട്ടൊന്ന് തന്നതാ, ഇതിലും കൂടിയ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ തരാം. ഓക്കെ, ഇതിന് നമ്മുടെ മെഡിക്കൽ ശാസ്ത്രത്തിൽ പേരൊന്നും ഇല്ല, പക്ഷെ നമ്മുടെ ആത്മീയ ശാസ്ത്രത്തിൽ പൊങ്ങച്ചോമാനിയ എന്നൂടെ പറയും. ഓക്കെ, അതിനകത്തിലൊരു സ്വല്പം കയറി പിടിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതങ്ങ് മാറിക്കോളൂ. ഓക്കെ, മാറിക്കോളൂ, അതങ്ങ് പോക്കോട്ടെ. ഓക്കെ, എന്നാ അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയോണം കേട്ടോ. ഓക്കെ, എന്റെ പൊന്റെ സിസ്റ്ററെ, വീട്ടിലാണെങ്കിലും ഇത് തന്നെ അല്ലേ പരിപാടി. അടുത്ത രോഗിയെ വിളിക്കാം, എനിക്ക് പോകാനുള്ളതാ. Token number 5 undo Chakochen. Token number 5. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഡോക്ടർ. എന്താണ് പേരെന്താണ്? എന്റെ പേര് ചാക്കോച്ചൻ. ചാക്കോച്ചൻ. ഓക്കെ, ചാക്കോച്ചന് എത്ര വയസ്സൊക്കെ ആയി? എനിക്ക് 65 വയസ്സായി. 65 വയസ്സായി. അപ്പം ചാക്കോച്ചന്റെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് പറയുമോ? എന്റെ പ്രശ്നം ചില വലിയ പ്രശ്നമാണ്. പറഞ്ഞാട്ടെ. ഉറക്കമില്ലായ്മയാണ് എന്റെ പ്രശ്നം. അത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണല്ലോ. ഉറക്കം കിട്ടുന്നില്ല നമുക്ക്. അപ്പം എവിടെയെങ്കിലും ഉറക്കം കിട്ടാൻ വഴിയുണ്ടോ? ഉറക്കം കിട്ടാൻ ഒരു വഴി ഞാൻ കണ്ടെത്തിയത് ഈ സഭാരാധന വരുമ്പോഴാണ് ഉറങ്ങാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അവിടെ വന്ന് ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴത്തേക്കും പക്ഷെ അത് പറ്റുന്നില്ല. എന്ത് പറ്റി? അവിടെ വന്ന് അങ്ങോട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഇവിടെ ആ ഗായക സംഘത്തിന്റെ ഒരു 12 അടിയുണ്ടല്ലോ, ഒരു 1.5 മണിക്കൂർ അവരങ്ങ് അടിച്ചു കഴിക്കും. അപ്പൊ നമ്മൾ ആ ഉറങ്ങാൻ കണ്ട സമയം അതായിരുന്നു. അവരങ്ങ് അത് ഉറക്കം കിട്ടുന്നില്ല. നമ്മുടെ ഉറക്കം പലപ്പോഴും ഒന്ന് പോവാ. വീണ്ടും ഉറങ്ങാൻ പറ്റുന്നില്ല, ആരാധനയ്ക്കും അവിടെ ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ഉറക്കം വീട്ടിലും ഇല്ല, ഇപ്പൊ സഭയിലും ഇല്ല എന്നുള്ള സ്ഥിതിയായി. അപ്പം ഇതിന്റെയൊക്കെ ഒരു വ്യാപ്തി അറിയണമെങ്കിൽ എനിക്ക് ഒരു കാര്യമുണ്ട്. എന്നാ പറഞ്ഞേട്ടെ. എന്നാ പറഞ്ഞേട്ടെ. വചനം പറയുമ്പോ ആരും കാണാതെ ഞാൻ പഠിക്കുന്നു. അപ്പൊ ഒരു ആകെപ്പാടെ കിട്ടുന്നത് ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് ആരും മനസ്സിലാക്കത്തുമില്ല ഉറങ്ങിയത്. ഉറങ്ങണം അല്ലേ? അപ്പം ഇത്
ഇതൊക്കെ ഒന്ന് അറിയണമെങ്കിലേ ജീവിത സ്ഥിതിയൊക്കെ എങ്ങനെ രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പുള്ള റുട്ടീൻസ് ഒക്കെ ഒന്ന് പറയാവോ? രാത്രി സാധാരണ എല്ലാവർക്കും ശീലങ്ങളൊക്കെ ഉണ്ട്. അത് ഒന്നാമത്തെ ശീലം ഫേസ്ബുക്ക്, ഇന്റർനെറ്റ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എല്ലാം കയറുകയാണ്. ഈ 65-ാമത്തെ വയസ്സിലൊന്നും ഉപേക്ഷിക്കാറായില്ല. ശീലമായി പോയി. അതൊക്കെ ഉപേക്ഷിക്കണം. ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ഇത് കാണേണ്ട ഇതെല്ലാം കണ്ട് വീട്ടിൽ കടന്ന് ഉറങ്ങുമ്പോൾ ഇതെല്ലാം തലയ്ക്കകത്ത് കൊടുക്കുന്ന കറങ്ങുക അതേ രാത്രി കിടന്ന് നമ്മള് കിടന്ന് ഉറങ്ങാൻ ഈ കണ്ടതെല്ലാം മോളിൽ കിടന്ന് കറങ്ങുമ്പോൾ അവിടെ ഉറക്കം വരുന്നില്ല. അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ ഇതിനുള്ള ഒരു ട്രീറ്റ്മെന്റ് നമ്മുടെ വചനം എന്ന മായമില്ലാത്ത പാല്, അത് രാത്രി കിടക്കുന്നതിന് മുമ്പ് നല്ല കാച്ചി കുറുക്കി അങ്ങ് കഴിക്കണം. മായമില്ലാത്ത പാൽ അങ്ങ് കുടിക്കണം. ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഉച്ചയ്ക്കും വൈകിട്ട് എസ്പെഷ്യലി വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ്. പിന്നെ ഇതിനൊരു പ്രത്യേക പഥ്യമുണ്ട്. പഥ്യം അത് കറക്റ്റായിട്ട് പാലിച്ചാലേ ഇതിനൊരു ഇത് കിട്ടത്തുള്ളൂ, ഉറക്കം കിട്ടത്തുള്ളൂ. ഈ മൊബൈല് ഒരു സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ണിന് മുമ്പിൽ വെച്ചേക്കല്ല്, അതങ്ങ് മാറ്റി വെച്ചേക്കണം. അത് ഏറ്റവും വലിയൊരു പഥ്യമാണ്. നമ്മള് മൊബൈൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കാൻ തോന്നും നമുക്ക്. പിന്നെ അത് ഫേസ്ബുക്ക് വഴി ഇങ്ങനെ കറങ്ങും. ഓക്കെ, അത് പിന്നെ നമ്മുടെ തലയെ കിടന്നും കറങ്ങും. ഓക്കെ, അപ്പൊ അതൊക്കെ അങ്ങ് മാറ്റി വെക്കണം. മക്കളൊക്കെ വിളിക്കാറുണ്ടോ? മക്കളൊക്കെ വിളിക്കും, അവരെല്ലാം വിളിക്കുന്നത് ഈ സമയത്താണ്. ഓക്കെ, അപ്പൊ അവരോടും പറയണം ഒരു 6 മണിക്ക് മുമ്പേ വിളിക്കാൻ. അപ്പച്ചന്റെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണമല്ലോ. അപ്പൊ അതിനോട് മക്കളോടും പറയണം 6 മണിക്കൊക്കെ മുമ്പ് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊബൈല് കാണാനേ ഇടവരരുത്. അത് അങ്ങേറ്റത്ത് അങ്ങ് മാറ്റി വെച്ചേക്കണം. ഓക്കെ, കുറച്ച് നാള് കഴിയുമ്പോ നമ്മുടെ വീട്ടിലെ ഉറക്കം കിട്ടുകയും ചെയ്യും, സഭയിലെ ഉറക്കം നിൽക്കുകയും ചെയ്യും. വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റും. അതാണ്, അപ്പൊ നമുക്ക് വചനമൊക്കെ കേൾക്കാൻ പറ്റും. ഓക്കെ, ചാക്കോച്ചൻ വിഷമിക്കൊന്നും വേണ്ട. അതൊക്കെ ഇതിന് അസുഖമൊന്നും പറയാൻ പറ്റത്തില്ല. അതിന് ശീലം ഒന്ന് മാറ്റിയെടുത്താൽ മതി. വേറെ മരുന്നൊന്നും വേണ്ട. ഓക്കെ ഓക്കെ, പഥ്യം മറക്കല്ല. ഫേസ്ബുക്ക് കാണലൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. ടോക്കൺ നമ്പർ 6 ആരാണ്? ടോക്കൺ നമ്പർ 6. ഇരുന്നാട്ടെ. ഗുഡ് ഈവനിങ്. എന്താണ് പേരെന്താണ്? സാറാമ്മ. സാറാമ്മയ്ക്ക് എത്ര വയസ്സായി? 60 വയസ്സായി. ഓക്കെ, സാറാമ്മയുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറയാവോ? ഡോക്ടറെ, എനിക്കല്ല പ്രശ്നം. പിന്നെ ആർക്കാണ്? ഭർത്താവിനാണ് പ്രശ്നം. ഭർത്താവിന് എന്നാ പറ്റി? ഭർത്താവിന്റെ കൂടെ വന്നതാ ഡോക്ടറെ കാണാൻ. സമയമായപ്പോ പുള്ളിക്ക് ഒരു കോള് വന്നു. എവിടുന്ന്? പഞ്ചായത്തിൽ നിന്ന് ഒരു കോള് വന്നു. ഓക്കെ, അങ്ങനെ പോയിരിക്കുക പഞ്ചായത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ. ഓക്കെ, അപ്പൊ സാറാമ്മേനെ എന്റെ അടുത്ത് വിട്ടിട്ട് അച്ഛൻ പോയി. അത് തന്നെ. ഓക്കെ, അച്ഛന്റെ പേരൊന്ന് പറയാവോ? കറിയാച്ചൻ. കറിയാച്ചൻ എന്നാണ് പേര്. ഓക്കെ, സാറാമ്മ വേറെ, അതായത് ചർച്ചിൽ വരുന്നത് കുറവാണ്. ഓക്കെ ഓക്കെ. അപ്പം അച്ചായന്റെ പ്രശ്നം ലോകത്തിലുള്ള എല്ലാ കാര്യത്തിനും പുള്ളി മുൻപിലാ. എല്ലാത്തിനും പഞ്ചായത്തിലെ പ്രശ്നം പരിഹരിക്കാനും എന്ത് നാട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കാനും എല്ലാം മുൻപിലാ. ആരാധനയ്ക്ക് വരുന്ന കാര്യം പറയുമ്പോൾ മാത്രം വലിയ മടിയാ. അഥവാ ആരാധനയ്ക്ക് വിളിച്ചു വന്നാലും കൈയും കെട്ടി ഒരു ഇരിപ്പ് അനങ്ങാപ്പാറയെ പോലെ. അതാണ് പ്രശ്നം. ഇത് എന്നാണ് തുടങ്ങിയത്? കൊറോണയ്ക്കൊക്കെ മുമ്പ് വളരെ ആക്റ്റീവായിരുന്നു. ചർച്ചിലെല്ലാം എല്ലാത്തിനും ആക്റ്റീവായിരുന്നു. കൊറോണ കഴിഞ്ഞതിന് ശേഷമായി പ്രശ്നം കണ്ടു തുടങ്ങി. ഓക്കെ ഓക്കെ, ശരിയാ സാറാമ്മ പറഞ്ഞത്. നമ്മുടെ കോവിഡിന് മുമ്പേ ഇതിങ്ങനെ ഒരു പ്രോബ്ലം കാണാനില്ലായിരുന്നു. ഇപ്പൊ മിക്ക സഭകളിലും നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. ഈ കോവിഡിന് ശേഷം കാണുന്ന ഒരു പ്രശ്നമാണ്. അതായത് കോവിഡിന്റെ 1-2 വർഷം നമ്മൾ മുഴുവൻ സൂം മീറ്റിംഗ് ഒക്കെ അല്ലായിരുന്നു. അപ്പൊ നമ്മൾ വീട്ടിൽ കൈയും കെട്ടിയിരുന്ന് അങ്ങ് പഠിച്ചു പോയി. ഓക്കെ, അപ്പൊ അതിന്റെ കുഴപ്പങ്ങൾ അതൊക്കെ അങ്ങ് മാറിക്കോളും. ഇതിന് നമ്മള് മെഡിക്കൽ ശാസ്ത്രത്തിൽ ഇതിന് പ്രത്യേക പേരൊന്നുമില്ല. ആത്മീയ ശാസ്ത്രത്തിൽ ഇതിന് മൗനോമാനിയ എന്ന് പറയും. ഓക്കെ, അങ്ങനെ മൗനോമാനിയ എന്ന് പറയും. ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ആയിട്ടൊന്നും ഇല്ല. നമുക്കൊരു എക്സർസൈസ് ഞാൻ പറഞ്ഞു തരാം. അത് നല്ല കാര്യം. ട്രീറ്റ്മെന്റ് എന്തിനാ മെഡിസിൻ ഒക്കെ എടുക്കുന്നത്? ഓക്കെ, അത് മാറിക്കോളും. ഓക്കെ ഓക്കെ, അതായത് കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? കുടുംബ പ്രാർത്ഥനയുണ്ട്. അവിടെ ഈ അനങ്ങാപ്പാറയെ പോലെ ഇരിപ്പാണ്. ഓക്കെ, അപ്പൊ ഈ കുടുംബ പ്രാർത്ഥനയിൽ സാറാമ്മ ഒരു കാര്യം ചെയ്യണം. അതായത് നല്ല ആത്മാവിൽ ആരാധിക്കാൻ പറ്റിയ പാട്ടങ്ങ് തുടങ്ങണം. കയ്യും കൊട്ടി അങ്ങ് ആരാധിക്കണം. ഇടയ്ക്ക് അച്ഛനിട്ടൊരു തട്ടും കൂടെ കൊടുക്കണം ആരാധിക്കാൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് അങ്ങ് ആരാധിച്ചോളും. പിന്നെ പറയുക, കൈയൊക്കെ അടിച്ചു കഴിയുമ്പോൾ അത് ഹാർട്ടിനും ബ്രെയിനൊക്കെ നല്ലതാ, അതൊക്കെ അങ്ങ് ശരിയായിട്ട് വർക്ക് ചെയ്യും എന്നൊക്കെ അങ്ങ് പറഞ്ഞോളൂ.
അതൊക്കെ കുറച്ച് ദിവസം നമ്മുടെ വീട്ടിലിങ്ങനെ, നമ്മുടെ വീട്ടിലാണല്ലോ ആരാധന തുടങ്ങുന്നത്. വീട്ടിൽ നമ്മൾ ആരാധിച്ചാലല്ല സഭയിൽ വന്ന് ആരാധന നടക്കത്തുള്ളൂ. അപ്പം വീട്ടിൽ സാറാമ്മ ഇങ്ങനെ പെതിയെ ആരാധിപ്പിച്ച് അപ്പം കറിയാച്ചാന്റെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറിക്കോളും. അല്ലാതെ വെറുതെ മെഡിസിൻ എല്ലാം കൂടെ എടുക്കണ്ട. എന്നിട്ടും മാറിയില്ലെങ്കിൽ ജസ്റ്റ് എൻ്റെ അടുത്തൊന്ന് ഇനി വന്നാൽ മതി, ഞാൻ ട്രീറ്റ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഓക്കെ. ഇനി ഒത്തിരി പേരുണ്ട്. ഇനി ഒരാളൂടെ ഉള്ളൂ. ആ ഓക്കെ. ടോക്കൺ നമ്പർ 7 ഷീബ. ആ ഗുഡ് ഈവനിങ്. ഇരുന്നാട്ടെ. രണ്ടുപേരും കൂടെ ആണല്ലോ വന്നേക്കുന്നത്. രണ്ടുപേരും ഓക്കെ. എന്നാ പേരെന്താണ്? ഷീബ ഷീജ. ഷീജ. ആ ഓക്കെ. എന്നാല് രണ്ടുപേരുടെയും പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറയാവോ? അതെ ഡോക്ടറെ, ആരാധന ഫോൺ എടുത്തു വെച്ച് അന്ന് വചനം പറഞ്ഞ ദേവദാസനെയും ആരാധന ലീഡ് ചെയ്തവരെയും പ്രാർത്ഥിച്ചവരെയും കുറിച്ച് കുറ്റം പറയാതെ നമ്മൾ രണ്ടുപേരും ഭക്ഷണം പോലും മാറത്തില്ല ഡോക്ടറെ. ഓക്കെ, അതാണ് വലിയ പ്രശ്നം. ഓക്കെ, അത് കഴിഞ്ഞ് തുടങ്ങിയതല്ല ഡോക്ടറെ, വർഷങ്ങളായിട്ട് ഇങ്ങനെ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും അപ്പൊ കൊച്ചിലെ തൊട്ടേ ഒരു ചർച്ചിലാണോ? ഓക്കെ, അന്ന് തൊട്ട് ഒരേ പായയിലിരുന്ന് കുറ്റം പറഞ്ഞു തുടങ്ങിയതാ. അതിപ്പോഴും മാറാറായിട്ടില്ലല്ലേ? പ്രായമൊക്കെ എത്ര ആയി? 46-40 ഇതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. അതായത് ഞാൻ ഈ കണ്ടതിലെ വെച്ച് ഏറ്റവും മാരകമേറിയ ഒരു ബുദ്ധിമുട്ടാണ് ഇത്. അതായത് നമ്മുടെ നിത്യത വരെ നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു പ്രശ്നമാണിത്. ഓക്കെ, അപ്പൊ അതായത് നമ്മുടെ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നാം ഒരു തീയാണ്, അതൊരു കാടിനെ കത്തിക്കാൻ പറ്റിയതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഒത്തിരി നമ്മൾ സൂക്ഷിക്കണം. നിങ്ങൾ ഒത്തിരി ശ്രമിക്കണം ഒന്ന് മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ നിത്യത വരെ നഷ്ടപ്പെട്ടു പോകും. അതായത് ഞാൻ എന്നിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഞാൻ എഴുതി തരാം. അത് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ലിറ്റിൽ ഫ്ലോക്ക് ഫാർമസി ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. അവിടെ കിട്ടത്തുള്ളൂ കേട്ടോ. അവിടുന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അവിടുന്ന് മേടിച്ചോണ്ട് പോയാൽ മതി. അതായത് എബ്രായറിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അധരഫലം എന്ന സ്തോത്രയാഗം. അതൊരു ടാബ്ലറ്റ് ഉണ്ട്. അപ്പൊ ഈ കുറ്റം പറയാൻ തോന്നുന്ന ഉടനെ ആ ഒരു ടാബ്ലറ്റ് എടുത്ത് വായിലോട്ട് ഇടുക. വായിലോട്ട് വീട്ടിൽ ചെല്ലുന്നുണ്ടെ അതിൽ ഒരെണ്ണം പൊളിച്ച് വായിലോട്ട് ഇടുക. അപ്പൊ പിന്നെ ഫോണിന്റെ സൈഡിലോട്ട് പോവുകയും വേണ്ട. പിന്നെ അത് വായി കിടന്ന് സ്തോത്രം അങ്ങ് പെരുകും. ഓക്കെ, അപ്പൊ നമുക്ക് കുറ്റം പറയാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് അങ്ങ് മാറിപ്പോക്കോളും. ഓക്കെ, അല്ലാതെ വേറെ പ്രശ്നങ്ങളായിട്ടില്ല. പക്ഷെ അത് നിങ്ങൾ ശ്രമിക്കണം കേട്ടോ, അതല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണിത്. ഓക്കെ, ഇത് മേടിക്കണം കേട്ടോ. അങ്ങോട്ട് ഇറങ്ങുമ്പോ നമുക്ക് കാണാൻ പറ്റും. അധരഫലം എന്ന ടാബ്ലറ്റ് അങ്ങോട്ട് കഴിക്കുക. അത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് നിത്യത നഷ്ടപ്പെടല്ലോ. അല്ലെ നമ്മൾ ഓടിയതും അധ്വാനിച്ചതൊക്കെ വൃഥാവായി പോകത്തില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അത് പറ്റിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ മതി അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ കേട്ടോ. ഇതിലും കൂടിയ ട്രീറ്റ്മെന്റ് തരാം. ഓക്കെ, എന്നാ പൊക്കെ. ഓക്കെ സിസ്റ്ററെ, കഴിഞ്ഞോ? ഓക്കെ, എന്നാല് ഞാൻ അങ്ങോട്ട് പൊക്കാട്ടെ. ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ സിസ്റ്റർ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഇതോടുകൂടി ഈ സ്കിറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു.